മുതിർന്ന ബി.ജെ.പി. നേതാവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ എൻ ശിവരാജാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങളൊക്കെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്, വലിയ പ്രതിഷേധം നടക്കുന്നു. പക്ഷേ നഗരസഭാ ചെയർപേഴ്സൺ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നല്ല പരിപാടി എനിക്കറിഞ്ഞില്ല. ഇന്ന് രാവിലെ പത്രങ്ങൾ കണ്ടപ്പോഴാണ് അവരോട് നഗരസഭാ അധ്യക്ഷയോട് ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ സംഭവിച്ചു എന്ന്. അവർ പറഞ്ഞു അത് മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയല്ല, ആ വാർഡിലെ കൗൺസിലർ, കോൺഗ്രസിൻ്റെ കൗൺസിലർ സംഘടിപ്പിച്ചതാണ്. അപ്പോൾ മുനിസിപ്പൽ റോഡ് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞു വന്നിരുന്നു. ആ സമയത്ത് മുനിസിപ്പൽ ചെയർമാനത് മുനിസിപ്പൽ റോഡുകൾ ഉദ്ഘാടനം ചെയ്യുന്ന ഭാഗത്ത് ചെയർമാൻ ഉണ്ടാവണം. ഇപ്പോൾ വാർഡ് കൗൺസിലർ അവിടെ പോയപ്പോൾ കൗൺസിലർമാർ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പോൾ ഞാൻ അവിടെ പോയി ഇരുന്നു. ശരിയാണ്. പക്ഷേ അത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പോയത്, ശരിയാണോ? അത് അവരും പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. മുനിസിപ്പൽ റോഡ് ഉദ്ഘാടനം ചെയ്ത ചെയർപേഴ്സൺ പോയത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. ഇപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിന്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് പേര് വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി തീരുമാനം വന്നപ്പോൾ നമ്മുടെ ചെയർമാനും വൈസ് ചെയർമാനും കൂടി ഇത് വരാൻ പാടില്ല അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം വന്നില്ല. കത്ത് കൊടുത്തിരുന്നു അന്ന്, വരാൻ പാടില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. പക്ഷെ ഇപ്പോൾ ചെയർപേഴ്സൺ തന്നെ അങ്ങോട്ട് പോവുകയും ചെയ്തു. അതന്നെ എനിക്കറിയില്ല. അവർ പറഞ്ഞത് ഇതാണ്, അവിടെ വാർഡ് കൗൺസിലർ വന്ന് വിളിച്ചിരുന്നു. മറ്റൊന്ന്, ഈ മിനി കൃഷ്ണകുമാറിൻ്റെ വാർഡിൽ അടക്കം PT ഉഷ MP കൊണ്ടുവന്ന ഒരു പരിപാടി നടത്തിയിരുന്നു. അതിൽ നഗരസഭ ചെയർപേഴ്സൺ ഇല്ല, വൈസ് ചെയർമാൻ ഇല്ല. അങ്ങനെ അത് ശരിയാണോ? അതൊക്കെ നിങ്ങൾ മിനി കൃഷ്ണകുമാരുടെ വാർഡിൽ ഒരു ഉദ്ഘാടനത്തിന് അവരിഷ്ടമുള്ളവരെ വിളിക്കുന്നു, ആരെ വേണമെങ്കിലും വിളിക്കും. ഇപ്പം ഞാൻ എൻ്റെ വാർഡിൽ എനിക്കിഷ്ടമുള്ളവരെ വിളിക്കും, വരും, പങ്കെടുക്കുന്നവർ പങ്കെടുക്കും. അത് അങ്ങനെ ഒരു രീതി ശരിയാണോ? ഒരു നഗരസഭയുടെ ഒരു കെട്ടിടത്തിൽ മറ്റേ ഒരു BJP തന്നെ ഒരു MP വിളിക്കുന്നു, അവർ വന്ന് ഉദ്ഘാടനം ചെയ്തു പോകുന്നു, ഈ നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർപേഴ്സണും ഒന്നും അറിയിക്കാതെ? അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്നതാണ്. ഞാൻ അതിൽ അഭിപ്രായം പറയുന്നില്ല. ഒരു വലിയ വിഭാഗീയ പ്രവർത്തനമല്ലത്. വിഭാഗീയതൊന്നും ഞങ്ങളുടെ പാർട്ടിയിലില്ല. നിങ്ങൾ അത് കുത്തിപ്പൊക്കി ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതിലൊന്നും ഞാൻ മറുപടി പറയില്ല. കാരണം എന്ത് വിഭാഗീയത? BJP വിഭാഗീയത ഉണ്ടാക്കിയിട്ട് ആരും രക്ഷപ്പെടുന്നില്ല. ഉണ്ടാക്കിയവരൊക്കെ മൂലയ്ക്ക് വയ്ക്കുന്നുണ്ട്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. വിഭാഗീയത എന്നുള്ളത് ഞങ്ങളും പാർട്ടിയും മുനിസിപ്പാലിറ്റിയും തമ്മിൽ ഒരു ഇതുമില്ല. നഗരസഭയ്ക്ക് അകത്ത് പല ഗ്രൂപ്പുകളില്ലേ? കോൺഗ്രസ് ഗ്രൂപ്പുണ്ട്, CPM ഗ്രൂപ്പുണ്ട്, BJP ഉണ്ട്, ഒരു മുസ്ലിം ലീഗിൻ്റെ ഗ്രൂപ്പുണ്ട്, വെൽഫെയറിൻ്റെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ. കോൺഗ്രസിൽ തന്നെ 4 ഗ്രൂപ്പുണ്ട്. അല്ല, ഈ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നു. അതേ സമയത്ത് തന്നെയാണ് ഈ നഗരസഭയിലെ ആളുകളെ വിളിക്കാതെ മിനി കൃഷ്ണകുമാറിൻ്റെ വാർഡിൽ പ്രത്യേക പരിപാടി. അത് ഞാൻ പറയുന്നത് നഗരസഭയിൽ വിഭാഗീയതയുണ്ട്. നഗരസഭയിൽ ഞാൻ പറയുന്നത് ഗ്രൂപ്പുകളുണ്ട്. കോൺഗ്രസിൻ്റെ 3 ഗ്രൂപ്പുണ്ട്, CPM-ന് 1.5 ഗ്രൂപ്പുണ്ട്, ലീഗിന് തന്നെ. നിങ്ങൾ ഈ മുനിസിപ്പൽ ഇലക്ഷൻ BJP-ക്ക് എത്ര ഗ്രൂപ്പ്? 8. BJP-ക്ക് JP നട്ട പ്രസിഡൻ്റായി, ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻ്റായ BJP-യുടെ അംഗങ്ങൾ. അതേ ശിവരാജേട്ടൻ ഇപ്പോൾ ഇത്തവണ എവിടെയാണ് മത്സരം? പാർട്ടി തീരുമാനിക്കട്ടെ. ഇനി നോട്ടിഫിക്കേഷനൊക്കെ പറ്റില്ല. എന്തായാലും മത്സരത്തിനുണ്ട്. മത്സരത്തിനില്ലാതെ രാഷ്ട്രീയക്കാർ പറയില്ലല്ലോ. രാഷ്ട്രീയക്കാർ എല്ലാവരും തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഗോദാവിൽ ഉണ്ടാവും. ജനപിന്തുണ അതിലാണല്ലോ തെളിയിക്കേണ്ടത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് എൻ ശിവരാജൻ്റെ പ്രസ്താവന. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.